24 വർഷമായിട്ട് ആകെ 24,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതാണ് ഈ വണ്ടീൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. നിങ്ങൾക്ക് കാണാം വണ്ടീൻ്റെ എഞ്ചിൻ അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആണ് വരുന്നത്. മൈലേജിൻ്റെ കാര്യത്തൊക്കെ വരുമ്പോൾ അതായത് സിറ്റിയിലൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 18, ഹൈവേയിലൊക്കെ ആകുമ്പോൾ ഒരു 20 നമുക്ക് പ്രതീക്ഷിക്കാം. 2020 മോഡൽ ZXi 19,000 മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഹലോ ഗൈസ്, വീൽസ് ആൻഡ് ഡീൽസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് വണ്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഫാമിലി യൂസിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന വണ്ടികളാണ്. നിങ്ങളുടെ ബഡ്ജറ്റിന് ഓക്കെ ആയിട്ടുള്ള വണ്ടികളാണുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച് ബാക്ക് ആയിട്ടുള്ള ബലാനയാണ്. 1.2 ലിറ്ററിൻ്റെ പെട്രോളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ബേ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ എൻജിന് 1.2 ലിറ്റർ പെട്രോളാണെന്ന്. 70,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പക്ഷേ അത് വണ്ടിനെ ഒരു വിധത്തിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാം വണ്ടീൻ്റെ എഞ്ചിൻ അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആണ് വരുന്നത്. മൈലേജിൻ്റെ കാര്യത്തൊക്കെ വരുമ്പോൾ അതായത് സിറ്റിയിലൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 18, ഹൈവേയിലൊക്കെ ആകുമ്പോൾ ഒരു 20 നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതായത് സ്വിഫ്റ്റ് ഡിസൈറിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ് നമുക്ക് ഇതിലും കിട്ടിയിട്ടുള്ളത്. മാരുതിയുടെ ആയതുകൊണ്ട് തന്നെ നല്ല റിലയബിൾ ആണ് വണ്ടി. ബലോനൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് വേരിയൻറ്റ് നേരെ താഴെ വരുന്ന സീറ്റയാണ് വരുന്നത്. സെൻസേഴ്സ്, ബാക്ക് വൈപ്പർ, ഡി സ്മോക്കർ, അലോയ് വീല്, ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷനിലാണ് ഇൻറ്റീരിയറിൽ. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റാൻഡേർഡായിട്ട് 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റാണ്, ക്ലീനാണ് ഇൻറ്റീരിയർ വരുന്നത്. ഡ്രൈവർ സീറ്റ് പ്രത്യേകം ഹൈറ്റ് കൂട്ടാൻ കഴിയുന്ന ഒരു ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. 2017 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5,50,000 രൂപയാണ്. നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ അവൈലബിൾ ആണ്. അല്ലാത്ത പക്ഷം 5 ലക്ഷം ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള EMI സൗകര്യം നമുക്ക് ഈ വണ്ടിമ കിട്ടും. ഇനി നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് മാരുതി 800 ആണ്. വർഷമായിട്ട് ആകെ 24,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതാണ് ഈ വണ്ടീൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി. നമുക്ക് ഇതിൻ്റെ എൻജിൻ ബേ ഒന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും വണ്ടി സ്റ്റാർട്ടാവോ ഇല്ലേ എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഒറ്റയടിക്കാണ് വണ്ടി സ്റ്റാർട്ടായത്. ഈ വണ്ടി മക്കളെ നിങ്ങൾക്ക് ഓടിയും കിട്ടൂല, കാരണം ഇത് ഞങ്ങളുടെ അടുത്താണുള്ളത്. പിന്നെ ഓണർഷിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരികയാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. 24,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 65,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് മാരുതി സുസുക്കിൻ്റെ വാഗനറാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പോകട്ടെ. 2020 മോഡൽ ZXi 19,000 മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. 1.2 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിന് വരുന്ന വാഗനാർ വണ്ടി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഇൻറ്റീരിയറൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 6,10,000 രൂപയാണ്. 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്കുള്ളത് ഈ 3 കളക്ഷനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഇനിയൊരു പുതിയ വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കാം.